റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വയനാട് തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതിക അനുമതി നൽകിയതിൽ ഗുരുതര വീഴ്ച. അതീവ ദുർബലവും മണ്ണിടിച്ചിൽ സാധ്യതയേറിയതുമായ പ്രദേശമാണിതെന്ന് പാരിസ്ഥിതിക അനുമതി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടും അനുമതി നൽകിയത് ദുരൂഹം. 2019-ലും 2024-ലും പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടെന്നും 2025-ൽ നൽകിയ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. സ്ഫോടനങ്ങൾ വലിയ ആഘാതമുണ്ടാക്കുമെന്നും മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. അനുമതി നൽകിയ യോഗത്തിൽ 3 അംഗങ്ങൾ പങ്കെടുത്തിരുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. റാഹീസ് ഉണ്ട്. റാഹീസ്, PWDയുടെ സ്പെഷ്യൽ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി 2025-ൽ തന്നെ ഈ പ്രദേശത്തിൻ്റെ ദുർബലാവസ്ഥയെക്കുറിച്ചും ഈ തുരങ്കമുണ്ടാക്കാൻ സാധ്യതയുള്ള അപകടത്തെക്കുറിച്ചുമൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. കൃത്യമായ നിർദ്ദേശങ്ങൾ 25ഓളം നിർദ്ദേശങ്ങൾ മുന്നിൽ വെച്ചിരുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ പലതും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്? റാഹി ശശി. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ തന്നെ പാരിസ്ഥിതിക അനുമതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഇതിന് പാരിസ്ഥിതിക അനുമതി സംസ്ഥാനം നൽകി എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം ആ റിപ്പോർട്ടിൽ പറയുന്നു ഇതൊരു അതീവ പരിസ്ഥിതി ദുർബല പ്രദേശത്തോടു കൂടിയാണ് ഇരട്ട തുരങ്കപാത കടന്നു പോകുന്നത് എന്നത് ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല 2019-ലും 2024-ലും വലിയ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശമാണ് ഇതെന്ന് കൃത്യമായി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വലിയ തോതിൽ വർദ്ധിക്കുമെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം നിർമ്മാണ ഘട്ടത്തിൽ പാറ തുരക്കുമ്പോൾ വൈബ്രേഷൻ ഉണ്ടായാൽ മണ്ണിടിച്ചലിനും പിന്നീട് ദുരന്തമുണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഈ തുരങ്കപാത വരുമ്പോൾ എന്തൊക്കെ പരിസ്ഥിതിക്ക് സംഭവിക്കും? അതീവ ദുർബലമായ 2015-ൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിൽ പറയുന്നത് 2025-ൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ 2024-ൽ വരെ ഈ പ്രദേശത്ത് വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായതാണ് എന്ന് പറഞ്ഞിട്ട് പാറ തുറക്കുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അങ്ങനെ വൈബ്രേഷൻ ഉണ്ടായാൽ അവിടെ ദുരന്തമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം ഇതൊക്കെ ശ്രദ്ധിച്ചു വേണം അവിടെ തുരങ്ക നിർമ്മാണം നടത്താനെന്ന് പറഞ്ഞിട്ട് അതിന് പാരിസ്ഥിതിക അനുമതി നൽകുകയാണ് എന്ന് 13-അംഗ കമ്മിറ്റി പറയുകയാണ്. അന്നത്തെ അനുമതി നൽകുന്ന ആ യോഗത്തിൽ 3 പേർ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ 10 പേരാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇത് വന്നാൽ എന്തൊക്കെ ദുരന്തം നാടിനുണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതുമായി നിങ്ങൾ മുന്നോട്ട് പൊക്കോളൂ എന്ന് പറയുന്നതാണ് പാരിസ്ഥിതിക അനുമതി റിപ്പോർട്ട്. ഓക്കെ, താങ്ക് യു. റാഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിരുന്നു. ജിയോളജിക്കൽ പഠനം നടത്തണം, മണ്ണിൻ്റെ ഘടനയെക്കുറിച്ചുള്ള കൃത്യമായ പഠനം നടക്കണം. പക്ഷെ നടന്നിരിക്കുന്നതെല്ലാം വളരെ ഉപരിപ്ലവമായ പഠനമാണെന്നാണ് വിവരങ്ങൾ വരുന്നത്. ഹൈഡ്രോളജിക്കൽ പഠനം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ